ലിസ ലിസ ഇത് അവൾക്ക് നമ്മളൊരു ലിസ എന്ന് പേരിട്ടിട്ടുണ്ട്. അവൾ നടക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കണ്ടോ. ഇതെല്ലാവരും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പപ്പീസിനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കൂട്ടിലും ബെഡ്റൂമിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്ക് മിനുസമുള്ള പ്രതലത്തിൽ ഇടാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ഗ്രിപ്പുള്ളെടുത്തിടുക. ഇത് നമുക്ക് അത്രയും നമ്മൾ ചിന്തിച്ചില്ല. പപ്പീസാണല്ലോ എന്ന് ഓർത്താണ് നമ്മൾ അങ്ങനെ ഇട്ടത്. ടൈലിൽ ഗ്രിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ പതിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കാല് ഇങ്ങനെ വൈഡാക്കി പിടിച്ചു. അത് പിന്നീട് പതിയെ കാല് വൈഡായി പോയി നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടിലേക്ക് മാറുകയും പിന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ബ്ലഡൊക്കെ ചെക്കപ്പ് നടത്തുകയും മറ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യത്തിലേക്ക് കിടക്കുകയും ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവായ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് അതിലൂടെ വരുന്നത്. നമ്മൾ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പുതിയ ടൈൽ വാങ്ങിച്ചിട്ട് അതെടുത്ത് ഗ്രിപ്പുള്ള ഭാഗം, അതായത് നമ്മൾ സിമെൻറ്റൊക്കെ ഒട്ടിക്കുന്ന ഭാഗം എടുത്ത് മേപ്പോട്ടാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഇവരുടെ കാല് സ്ലിപ്പ് ചെയ്ത് മാറാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. 2 ദിവസമായിട്ട് അവൾ ഓക്കെയാണ്. ഇപ്പം നടക്കുന്നതിന് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെഡിസിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ ഫലം ചെയ്തത് ഞാനിവിടെ ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിച്ചപ്പോൾ നല്ല ഇമ്പ്രൂവ് ആണ് അതിൽ കണ്ടത്. അത് നമുക്ക് സംഭവിക്കുന്ന ചെറിയ ഫാൾട്ട് തന്നെ ആണ്, നമ്മുടെ ശരീരത്തിന് വരുന്ന ഫാൾട്ട് തന്നെയാണ് ഇവരുടെ ശരീരത്തിനും വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിയിലൂടെ പെട്ടെന്ന് അവൾ റിക്കവർ ആകുകയാണ് ചെയ്തത്. വെറും 2 ദിവസത്തെ ഫിസിയോതെറാപ്പിയിലൂടെ അവൾ കാൽ കുറച്ച് നേരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വൈക്കത്ത് ഉള്ള ഒരു ഡോക്ടറെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്കച്ചൻ എന്നാണ് പേര്. പുള്ളിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളൊക്കെ ഭംഗിയായി നീക്കുന്നുണ്ട്. പിന്നെ അവൾ അതിൽ ഓക്കെ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാം നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പപ്പീസോ കാര്യങ്ങളോ ഏറ്റവും നമ്മൾ മേടിക്കുമ്പോഴോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കാല് സ്ലിപ്പാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓമനിച്ച് വളർത്തുവാൻ ഇരിക്കുന്നവർ പെട്ടെന്ന് നമ്മൾ റൂമിലൊക്കെ ഇടുകയും അത് ഏറ്റവും വലിയൊരു ദോഷമായി മാറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നല്ലൊരു ക്യാഷ് തന്നെ അതിന് മുടക്കേണ്ടി വരും. പിന്നെ അത് റെഡിയായി വരാനായിട്ട്, കാരണം ഒത്തിരി ചെക്കപ്പും കാര്യവും എക്സ്റേയും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അത്ര ഓമനിക്കുന്ന ആളിന് ഇത്രയും ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ലിസ ബാ. അവൾ നല്ല ആക്റ്റീവായ പപ്പീസാണ്. അവളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഒരു 90% അവൾ ഓക്കെ ആയി കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് അവൾ പൂർണ്ണമായിട്ടും അവൾ സുഖം പ്രാപിച്ച് വരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. കാരണം അവളുടെ ഇപ്പോഴത്തെ ആ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവൾ 2 ദിവസം കൊണ്ട് അത് ഓക്കെ ആകാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയത്. കാരണം നല്ല പപ്പീസായിരുന്നു. നല്ല പപ്പീസാണ് അവൾ. എല്ലാവരും തന്നെ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടൈലിൽ ഇടാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കൂട്ടിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടൈല് മേടിച്ച് ഇടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ അബദ്ധങ്ങൾ കാരണം, ചില അറിവില്ലായ്മ കാരണം നമുക്ക് ഒത്തിരി അബദ്ധങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. നമ്മുടെ പപ്പീസിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അത് നിങ്ങൾക്ക് പറയാനറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി പെരുമാറുക എന്ന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കണ്ടോ കേട്ടോ പറയുന്നത് പോലെയല്ല, ശരിക്കും റിയലായിട്ട് നമ്മൾ അനുഭവിച്ചു. ഇപ്പോൾ അവൾ കളി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ചെറിയ പെയിൻ പോലെ ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും സൈഡിൽ പോയി കിടക്കുകയും ഇങ്ങനെ ചരിഞ്ഞൊന്നും കിടക്കത്തില്ലായിരുന്നു. ഇങ്ങനെ കാല് വിരിച്ച് കമന്നാ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക, ഗ്രിപ്പുള്ളിടത്തിടുക. ഇല്ലെങ്കിൽ അവർക്ക് മണ്ണിൽ കളിക്കാൻ വിടുക. ചെറിയ കല്ലുകളോ കാര്യങ്ങളോ ഒന്നും കടിക്കുമെന്നൊന്നും അതൊന്നും നമ്മളത്ര കാര്യമാക്കണ്ട. കാരണം അവർ കല്ലുകൾ ഒരിക്കലും വിഴുങ്ങത്തുമില്ല. അഥവാ വിഴുങ്ങിയാൽ പോലും അവർ വൊമിറ്റ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അവർ അപ്പിയിടുന്ന കൂട്ടത്തിൽ അത് കല്ല് പോവുകയും ചെയ്യും. അതൊരു വലിയ ദോഷമായി വരില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രിപ്പ് എന്ന് വിചാരിക്കുക. ഓക്കേ.